വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. കളകളുടെ ഉപമ. ഒരു മനുഷ്യൻ വിത്ത് വിതച്ചിട്ട് അവൻ ഉറങ്ങിയ സമയത്ത് ശത്രു വന്ന് കളകൾ വിതയ്ക്കുന്നതും അത് രണ്ടും ഒരുമിച്ച് വളരുന്നതും ആവലാതിയും കൊണ്ട് കൃഷിക്കാർ യജമാനന്റെ അടുത്തെത്തുന്നതുമൊക്കെയാണ് നാം ഉപമയിൽ വായിക്കുക. അവിടെ കളകൾ പറിച്ചു കളയുന്നതിനുള്ള അനുവാദം ചോദിച്ചുകൊണ്ട് തൊഴിലാളികൾ യജമാനന്റെ അടുത്തെത്തുമ്പോൾ യജമാനൻ പറയുന്നത് രണ്ടും ഒരുമിച്ച് വളർന്നുകൊള്ളട്ടെ എന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ കളകളോടൊപ്പം വിളയും പിഴുതു കളഞ്ഞേക്കാം. കളകളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, കളകൾ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, കളയെയും വിളയെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത്രയും സാദൃശ്യം, രൂപസാദൃശ്യത്തിൽ അവ വളരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഗോതമ്പ് ചെടിക്ക് തുല്യമായി കളയും അതേ രീതിയിൽ തന്നെ, അതേ ആകൃതിയിൽ തന്നെ, ഏകദേശം വേർതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായൊരു കളയാണ് എങ്കിൽ അത് തിരിച്ചറിയ എളുപ്പമാണ്. വ്യത്യസ്തമായൊരു കളയെ എടുത്തു മാറ്റാനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരുപോലെ വിളയും കളയും തമ്മിൽ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിൽ കതിരുണ്ടാകുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. കതിരുണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇതിലേതായിരുന്നു യഥാർത്ഥ ഗോതമ്പ് ചെടിയെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുക. ഇത് മനുഷ്യജീവിതത്തിൽ ഉടനീളമുള്ളൊരു പ്രതിസന്ധിയാണ്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും അത് തന്നെയാണ്. ശരിതെറ്റുകളെ വേർതിരിച്ചെടുക്കാൻ കഴിയാത്തത്രയും വളരെ സാമ്യം പലതിനും തോന്നുന്നുണ്ട്. തെറ്റായൊരു കാര്യത്തെ വളരെ ബുദ്ധിപൂർവം ശരിയാണ് എന്ന് മനുഷ്യസമക്ഷം അവതരിപ്പിക്കുകയും ശരിയാണോ തെറ്റാണോ എന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ അത് വളരെ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടെ മനുഷ്യന്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന വിജയിപ്പിച്ചെടുക്കുന്ന ഒരുവിധപ്പെട്ട എല്ലാ തന്ത്രങ്ങളുടെയും പിന്നിൽ ഈ ഒരു വലിയ ശൈലി നിലനിൽക്കുന്നുണ്ട്. പണമിടപാടുകളാകാം, പരസ്യങ്ങളാവാം, എന്തിലും ഈ ഒരു ശൈലി ഇന്ന് നൽകപ്പെടുന്നുണ്ട്. കളകൾക്ക് വിളയുടെ ഗുണങ്ങളും സ്വഭാവവും വെച്ചുപിടിപ്പിച്ച് ഒന്നെങ്കിൽ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത് അത് നമ്മുടെ മുന്നിൽ കളയെ വിളയായി അവതരിപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്. യേശുനാഥൻ പറയുന്നത് അത്തരം കാര്യങ്ങൾ കാത്തിരുന്ന്, കുറെ കൂടി ക്ഷമയോടുകൂടെ കാത്തിരുന്ന് കൃത്യതയോടുകൂടി തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയണമെന്ന് തന്നെയാണ് യേശുനാഥൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണിത്. വിളയോടൊപ്പം വളർന്നു വരുന്ന കളയെ വിവേകപൂർവം തിരിച്ചറിയാനായി ക്ഷമയുണ്ടാവണം, ജാഗ്രതയുണ്ടാകണം, സൂക്ഷ്മതയുണ്ടാവണം.